രാവിലെ 7 മണിയോടുകൂടിയാണ് കുളത്തൂർ ജംഗ്ഷനിൽ ഇൻഫോസിസിന് എതിർവശത്തുള്ള സർവീസ് റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞു താണത്. കഴിഞ്ഞ 2 മാസം മുമ്പും ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞു താണിരുന്നു. അതായത് ഈ ഭാഗത്ത് തന്നെ ഇടിഞ്ഞു താണിരുന്നു. അന്ന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലാണ് വീണ്ടും ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞു താണത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇത് വലിയ ഒരു ഓടയാണ്. ആ ഓടയും തകർന്ന നിലയിലാണ് ഉള്ളത്. അഴുക്ക് വെള്ളമൊക്കെ അതുവഴിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഓട ഇപ്പോൾ ഏതായാലും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രമേ ഈ റോഡ് ഇവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ചും ഈ സർവീസ് റോഡിലൂടെ വലിയ തിരക്ക് പല സമയത്തും അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇത് 7 മണിക്കാണ് മറിഞ്ഞത്. രാത്രി പകല് 7 മണിക്ക്. എന്താ ഉണ്ടായേ? അതാ അവർ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് മറിഞ്ഞിരുന്നു. അവർ വേറെ ഒന്നും ചെയ്യാതെ തള്ളിയിട്ടു അങ്ങ് മറിഞ്ഞു പോയി. നേരത്തെ ഈ റോഡ് ഇടിഞ്ഞു താന്നായിരുന്നു. റോഡ് ഇടിഞ്ഞു താന്നു കുറച്ച് നാൾ, അത് ഒരു 2-3 മാസമായി. കഴിഞ്ഞ 1 മാസക്കാലമായി ഈ ഹൈവേയിൽ ഇങ്ങനെ ഒരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. വിള്ളൽ വീണിട്ട് നമ്മളെല്ലാ അധികാരികളെയും അറിയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്നൊരു ഹൈവേയുടെ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ വന്ന് ഈ പരിസരത്ത് റോഡ് നോക്കുകയും ഇതുപോലെ ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്ത് വെച്ചിട്ട് അവർ പോവുകയും ചെയ്തായിരുന്നു. നമുക്കിത് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യമാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് പകലായതുകൊണ്ടാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ആ സമയം തന്നെ ഈ റോഡ് കെട്ടിയടച്ചു. ഇപ്പോൾ ഏതായാലും ഗതാഗതം ഇതുവഴി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ മാത്രം ഇതുവഴി ഇപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട്. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.